അങ്ങനെ എൻ്റെ ആദ്യത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ മൂകാംബികയിലേക്ക് പോകുന്ന വ്ളോഗാണ് കേട്ടോ ഇത്. എൻ്റെ ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ക്ഷമിക്കണം. ഞങ്ങൾ കാറിലാണ് പോകുന്നത് കോട്ടയത്ത് നിന്ന് മൂകാംബികയിലേക്ക്. അതായത് കോട്ടയത്ത് നിന്ന് ഉടുപ്പിയിലേക്ക് തന്നെ ഏകദേശം 533 കിലോമീറ്റർ, അതായത് 14 മണിക്കൂറോളം ഏകദേശം യാത്രയുണ്ട്. അപ്പം നമ്മൾ എക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ നിന്നും ഒരുപാട് താമസിച്ചാണ് ഞങ്ങൾ ഉടുപ്പിയിലെത്തിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ റോഡ് ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ സർവീസ് റോഡ് വഴിയല്ലേ കടത്തി വിടുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഒരു എക്സ്ട്രാ ഒരു 1-2-3 മണിക്കൂർ ഞങ്ങൾക്ക് പോയി. അതുകൊണ്ട് തന്നെ വൈകിട്ട് ഞങ്ങൾ 4 മണി ആയപ്പം രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഞങ്ങൾ ഏകദേശം ഒരു 12:30-1 മണി, അതാണ് ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട്, 12:30-1 മണി ആ സമയത്ത് ആണ് ഞങ്ങളിത് ഈ മൂകാംബികയിലേക്കുള്ള ഈ റോഡിലേക്ക് എത്തി. ഈ മൂകാംബികയിലേക്കുള്ള ഈ റോഡെന്ന് പറയുന്നത് 2 സൈഡിലും കാടാണ്. കാടിന് നടുക്ക് കൂടിയുള്ള ഒരു റോഡാണ് കേട്ടോ. വേറെ സ്ട്രീറ്റ് ലൈറ്റോ ഒന്നുമില്ല. കുറേ ദൂരം കഴിയുമ്പോഴാണ്, ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു 20 കിലോമീറ്ററോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സ്ട്രീറ്റ് ലൈറ്റോ ഫ്രണ്ടിലൊരു വണ്ടിയോ കാണാൻ പറ്റിയത്. അതിനു മുമ്പ് വരെ ഒരു വണ്ടിയില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഒരു വീടുകളില്ല. നമുക്ക് ആദ്യമായിട്ട് കാറിൽ പോകുന്നതുകൊണ്ട് തന്നെ ഒരു പേടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടിയൊക്കെ വന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ആനിമൽസിൻ്റെ ബോർഡ് വെച്ചിരിക്കുമ്പം അത് കാണുമ്പോൾ ശരിക്കും പേടിച്ചു പോകും. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ ആ ഫ്രണ്ടിലൊരു കാർ വന്നപ്പോൾ നമുക്കൊരു ധൈര്യമായി. അങ്ങനെ ഏകദേശം കൊല്ലൂരെത്തി. കൊല്ലൂരാണല്ലോ മൂകാംബിക ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്തി. അവിടെ ഇങ്ങനെ നമുക്ക് റൂം എടുത്തുതരാമെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരിങ്ങനെ നിൽപ്പുണ്ട്. അങ്ങനെ ഒരാൾ ഞങ്ങൾക്ക് റൂം എടുത്തു തന്നു. ഏകദേശം 3000 റുപ്പീസ് അടുത്ത്, അതിനെന്തോ കുറച്ച് രൂപയുടെ കുറവ് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു 2800 സംതിങ് അങ്ങനെ എന്തോ ആണ് റൂമിന് റേറ്റ് പറഞ്ഞത്. അങ്ങനെ റൂം അവിടെ നിന്ന് എടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും രാവിലെ കുളിച്ച് തൊഴുത് സൗപർണിയെ കുളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ സൗപർണിയെ കുളിക്കാൻ പറ്റിയില്ല. പിന്നെ അവിടുത്തെ വെള്ളം ഇങ്ങനെ പൈപ്പിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ കാലും കൈയൊക്കെ കഴുകി നമ്മൾ അമ്മേനെ കാണാൻ മൂകാംബിക അമ്മയുടെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ എത്തിയ സമയം എന്ന് പറയുന്നത് വ്യാഴാഴ്ച രാവിലെ പുറപ്പെട്ട് വെള്ളിയാഴ്ച രാവിലെയാണ് ഞങ്ങൾ അമ്പലത്തിൽ തൊഴുന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് സാധാരണ വീക്കെൻഡ് ഡേയ്സ് വെച്ച് നോക്കുവാണെങ്കിൽ കുറവായിരുന്നു. എന്നാലും തിരക്കുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അമ്മയ്ക്കുള്ള വഴിപാടൊക്കെ വാങ്ങി അമ്മേനെ കാണാൻ അമ്പലത്തിലേക്ക് കിടക്കുകയാണ്. ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴാണ് ദേവി അത് സാധിച്ചു തന്നത്. ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ല, ദേവി നമ്മളെ കാണാൻ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് മൂകാംബിക അമ്മയുടെ അടുത്ത് ചെല്ലാൻ സാധിക്കുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ഫുള്ള് നനഞ്ഞായിരിക്കുന്നത്. ഇതുകൊണ്ടോ അകത്ത് ഫുള്ള് നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് കൊണ്ട് ആ ക്ഷേത്രം ഫുള്ള് അലങ്കരിച്ചിരിക്കുക. ഇത്രയും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് കൊണ്ടാണ് ക്ഷേത്രം ഫുള്ള് അലങ്കരിച്ചിരിക്കുന്നത്. ഞങ്ങൾ പോകുന്ന സമയത്ത് കണ്ടോ വളരെ തിരക്ക് കുറവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴുതിറങ്ങിയ സമയത്ത് തിരക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ദേവനും അവിടെ വിദ്യാരംഭം കുറിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് തന്നെ അകത്ത് രസീത് കുറിച്ച് സരസ്വതി നടയിൽ വെച്ചാണ് നമുക്ക് വിദ്യാരംഭം കുറിക്കുന്നത്. അങ്ങനെ സരസ്വതി നടയിൽ വിദ്യാരംഭം കുറിക്കുകയാണ്. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെയാണ് ചണ്ഡിയാഹോമം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മൂകാംബിക ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, മൂകാംബിക ക്ഷേത്രത്തിലെ മാത്രമല്ല ദേവീ ക്ഷേത്രങ്ങളിലെ തന്നെ ഏറ്റവും വലിയ വഴിപാടുകളിലൊന്നാണ് ചണ്ഡിയാഹോമം. അത് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അത് ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി കേട്ടോ അവിടെ ഇരിക്കാൻ. നമുക്ക് എത്ര ഇരുന്നാലും അവിടെ നിന്ന് പോരാനേ തോന്നില്ല. വീണ്ടും പോകാനെന്ന് തോന്നുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ദേവനെ മടിയിലിരുത്തി നമ്മുടെ കുട്ടിയുടെ പേരും നാളും ഒക്കെ ചോദിക്കും. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് കയ്യിലേക്ക് കുറച്ച് അക്ഷതം തന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയും. പ്രാർത്ഥിച്ചതിന് ശേഷം ദേവിയിലേക്ക് അർപ്പിക്കാൻ പറയും. സരസ്വതി ദേവിയിലേക്ക് അത് അർപ്പിക്കാൻ പറയും. അങ്ങനെ അർപ്പിച്ചതിന് ശേഷം നമുക്ക് അരിയും മഞ്ഞളും തരും. അപ്പം മഞ്ഞൾ കൊണ്ട് അരിയിൽ എഴുതാൻ പറയും. അങ്ങനെ തിരുമേനി കുറേ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തരും. അത് നമ്മൾ അരിയിൽ എഴുതണം. അങ്ങനെ എഴുതിപ്പിച്ചു. കുറേ സമയം ഞങ്ങൾ പോയ സമയത്ത് തിരക്ക് കുറവുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ കണ്ടത്. അവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം ഒന്നും കൂടെ രാവിലത്തെ, അത് ശനിയാഴ്ചയായിരുന്നു. ആ സമയത്ത് ഈ നടയിലൊന്നും നിൽക്കാൻ പോലും പറ്റില്ല. അതുപോലെ തിരക്കായിരുന്നു.
അപ്പം എനിക്ക് മനസ്സിലായി വീക്കെൻഡ് ഡേയ്സിലാണ് കൂടുതൽ തിരക്ക്. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ചിലങ്കൊക്കെ കൊണ്ടുവന്ന് അകത്ത് കൊണ്ട് കൊടുത്തപ്പോൾ തിരുമേനി അത് അമ്മയുടെ നടയിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് പൂജിച്ച് തന്നു കേട്ടോ. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അങ്ങനെ അവിടെ വന്ന് ദേവുവിന് കുറച്ച് ഹാർഡായിട്ടുള്ള വാക്കുകളും കുറച്ച് അമ്മയുടെ എന്താ പറയുന്നത് മന്ത്രങ്ങളൊക്കെ നമുക്ക് ദേവുവിന് അറിയത്തില്ല. അങ്ങനെ ദേവുവിൻ്റെ കൈ പിടിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ച് കൈ പിടിച്ച് എഴുതിപ്പിച്ചു. പിന്നെ ഞങ്ങൾ കുടജാദ്രിയിലൊക്കെ പോയി തിരികെ വൈകിട്ട് വീണ്ടും വന്ന് അമ്പലത്തിൽ കയറി ദീപാരാധന തൊഴുതു. അതിൻ്റെ ചിത്രമായി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ദീപാരാധന തൊഴുതു. പിന്നെ അവിടെ ഏതെങ്കിലും ഒരു നേരം നമുക്ക് അമ്മയുടെ പ്രസാദം കഴിക്കണം എന്നുണ്ട്, അന്നപ്രസാദം. അത് ഏത് സമയത്തും ഉണ്ട് കേട്ടോ. ക്യൂവും തിരക്കും ഒന്നുമില്ല കേട്ടോ. പെട്ടെന്ന് വലിയൊരു ഹോളാണ്, അവിടെ കയറി നമുക്ക് കഴിക്കാം. അങ്ങനെ അവിടെ നിന്ന് വൈകിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അമ്മയുടെ അന്നപ്രസാദം കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്നൊരു ഡാൻസൊക്കെ കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അവിടെ നിന്ന് കളിച്ച ഒരു ഡാൻസാണ് കേട്ടോ. ഇങ്ങനെ ഒത്തിരി പേര് നോക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അമ്മയുടെ മുമ്പിൽ കളിക്കാൻ കിട്ടിയൊരു അവസരമല്ലേ, അത് മാക്സിമം യൂസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അവിടെ വന്നൊരു ഡാൻസൊക്കെ കളിച്ച്. പിന്നെ അവിടുത്തെ മെയിൻ വഴിപാടാണ് വൈകിട്ട് മാത്രം കിട്ടുന്ന കഷായം, അതൊക്കെ കുടിച്ചു. പിന്നെ ഞായറാഴ്ച രാവിലെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് മുരുടേശ്വരിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ മൂകാംബികയിലേക്ക് വന്ന് ഞാൻ ആ പറഞ്ഞ കാടിൻ്റെ നടുക്ക് കൂടെയുള്ള ഈ റോഡാണ് കേട്ടോ. ആ റോഡിൽ കൂടെയല്ലേ നമ്മൾ തിരിച്ചു വന്നത്. ഈ റോഡിൽ കൂടെയാണ് വൈകിട്ട് ഞങ്ങൾ ഒന്ന് കാണിച്ചത്. പിന്നെ ഇതാണ് കവാടം. രാത്രിയൊന്നും ഇതിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.